ഹലോ, ഇന്ന് ഞങ്ങൾ പോകുന്നത് ഒരു സ്പെഷ്യൽ സ്ഥലത്തേക്കാണ്. ഞങ്ങളുടെ കൂടെ എന്റെ അച്ഛനും അമ്മയും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോ ഇങ്ങോട്ടേക്ക് പോവാൻ തന്നെ തീരുമാനിച്ചത്. അമ്മയും അച്ഛനും കൊച്ചിയിലെത്തിയിട്ട് ഇവിടെയുള്ള കുറച്ച് സ്ഥലങ്ങളെങ്കിലും നമ്മൾ പരിചയപ്പെടുത്തി കൊടുക്കണ്ട. അങ്ങനെ വന്നതാണ് ഇങ്ങട്. അമ്മയും അച്ഛനും ലൈഫിൽ ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു ഐറ്റം കൂടി ഞങ്ങൾ പോകുന്ന സ്ഥലത്തുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ എക്സൈറ്റഡ് ആണ്. ഞങ്ങൾ പോകുന്നത് കളമശ്ശേരി സയൻസ് പാർക്കിലേക്കാണ്. എങ്ങോട്ടാണ് പോകുന്നത് അറിഞ്ഞ അച്ഛനും അമ്മയും പാറും വളരെ എക്സൈറ്റഡ് ആണ്. കാരണം അവിടെ കുട്ടികൾക്കും മുതിർന്നവർക്കും എൻജോയ് ചെയ്യാൻ പറ്റിയ പല ഐറ്റംസും ഉണ്ട്. അങ്ങനെ ഇതാ ഞങ്ങൾ പോകുന്നത് ഈവനിങ് ടൈമിലാണ് കേട്ടോ. ഇതാണ് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ. ഇതിന്റെ തൊട്ടടുത്താണ് കളമശ്ശേരി ചിൽഡ്രൻസ് സയൻസ് പാർക്ക്. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഇത് കേട്ടോ. അമ്മയും അച്ഛനൊന്നും ലൈഫിൽ ഇതുവരെ ഇങ്ങനത്തെ ഒരു പാർക്കിലേക്കൊന്നും വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവിടെ വന്നപ്പം വളരെ എക്സൈറ്റഡ് ആയിരുന്നു അവര്. പുറത്തെ കാഴ്ചകൾ കണ്ടപ്പോൾ തന്നെ അവര് വളരെ ഹാപ്പി. പാർക്കിന് തൊട്ട് മുന്നിൽ തന്നെ കാർ പാർക്കിങ്ങും ബൈക്ക് പാർക്കിങ്ങും സൗകര്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യുന്നതിന് ഒരു കൺഫ്യൂഷൻ ഇവിടെ ഇല്ല. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് ഞങ്ങൾ എൻട്രി ഫീയും എടുത്ത് ഉള്ളിലേക്ക് വന്നു. കയറിയാൽ ഉടനെ തന്നെ റൈറ്റ് സൈഡിൽ കാണുന്നത് നമ്മുടെ കയാക്കിംഗ് ഏരിയയാണ്. ആ ഭാഗത്തായിട്ട് തന്നെ ഫിഷ് സ്പാ ഉണ്ട്, ഗൺഷൂട്ട് ഉണ്ട്, സിപ്പ് ലൈൻ ഉണ്ട്, സ്കൈ സൈക്കിൾ, ബോട്ടിംഗ് ഇവയൊക്കെ ഉണ്ട്. അച്ഛനും അമ്മയ്ക്കും അത് കണ്ടു നിൽക്കാൻ ഇഷ്ടമായെങ്കിലും അതിൽ കയറാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിൽ കയറിയില്ല. അവിടെയാണെങ്കിലും ഒരുപാട് വാട്ടർ സ്പോർട്സ് ആക്ടിവിറ്റീസും ഉണ്ട്. കുറച്ചു നേരം ഞങ്ങൾ അതൊക്കെ കണ്ടു നിന്ന് നേരെ പാർക്കിലേക്ക് പോയി. വളരെ കളർഫുൾ ആണ് കേട്ടോ ഇവിടുത്തെ പാർക്ക് എന്ന് പറയുന്നത്. ഒരുപാട് സ്ഥലമുണ്ട്. ആ സ്ഥലങ്ങളിലൊക്കെ നല്ല പച്ചപ്പും കുട്ടികൾക്ക് നല്ല രീതിയിൽ ഓടി കളിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അടിപൊളി പാർക്കാണിത്. മുതിർന്നവർക്കാണെങ്കിലും നല്ല രീതിയിൽ നടന്നു പോകാനുള്ള സൗകര്യങ്ങളും നല്ലൊരു പോസിറ്റീവ് ഫീലിംഗും നമുക്ക് ഇവിടെ വന്നാൽ കിട്ടും. പിന്നെ ഇവിടെ കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന 8D സിനിമയൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ബിൽഡിംഗിലാണ് കേട്ടോ 8D സിനിമയുടെ ഷോ നടക്കുന്നത്. ഞങ്ങൾ ഇതിന്റെ മുൻപ് 8D സിനിമയൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇന്ന് അച്ഛനും അമ്മയും വന്നത് കൊണ്ട് തന്നെ അവർക്കും അത് കാണിച്ചു കൊടുക്കാൻ ആഗ്രഹമുണ്ട്. അതിന്റെ പുറകിലേക്ക് എത്തിയപ്പോഴോ നിറയെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. വളരെയധികം കളർഫുൾ ആയതുകൊണ്ട് തന്നെ നിറയെ ആളുകളുണ്ട് കേട്ടോ. ഇവിടെ വീക്കെൻഡ് ഒക്കെ ആണെങ്കിൽ ഇവിടെ നിറഞ്ഞൊഴുകും ആളുകളെ കൊണ്ട്. കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഉണ്ടായിരിക്കും. ഇവിടെ വളരെ മനോഹരമായി സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് തന്നെ കുട്ടികൾ കളിക്കുമ്പോൾ നമുക്ക് ഇരിക്കാനായിട്ട് ഒരുപാട് സീറ്റിംഗ് അറേഞ്ച്മെന്റ്സ് ഇവിടെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നല്ല രീതിയിൽ പുൽത്തകിടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ എൻട്രി ഫീ കൂടാതെ ചില ആക്ടിവിറ്റീസിലൊക്കെ കയറുന്നതിന് ക്യാഷ് പേ ചെയ്യണം കേട്ടോ. എക്സ്ട്രാ ഫീ ഉണ്ടായിരിക്കും. ഈ പോകുന്ന ട്രാക്ലെസ് ട്രെയിനിനൊക്കെ ക്യാഷ് കൊടുക്കണം കേട്ടോ. കിഡ്സ് പ്ലേ ഏരിയ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് കേട്ടോ പിള്ളേർക്ക്. ഈ പാർക്ക് റിനോവേഷൻ കഴിഞ്ഞ് റീഓപ്പൺ ചെയ്തിരിക്കുകയാണ്. റിനോവേഷൻ കഴിഞ്ഞത് കൊണ്ട് തന്നെ അതിൻ്റെതായ ഒരു ഭംഗി ഈ പാർക്കിനുണ്ട്. ഇവിടെ പാർക്കും മറ്റ് ആക്ടിവിറ്റീസും ബോട്ടിങ്ങും കൂടാതെ ഒരുപാട് മരങ്ങളുണ്ട്. കൂടാതെ ബട്ടർഫ്ലൈ ഗാർഡനും ഉണ്ട് കേട്ടോ. പാർക്കിൽ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഷോ നടക്കുന്നിടത്തേക്ക് പോയി. ഷോ നടക്കുന്ന സമയത്ത് അനൗൺസ്മെന്റ് ഉണ്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ചാണ് നമ്മൾ പോകേണ്ടത്. കുറച്ച് ടൈം കഴിഞ്ഞപ്പോൾ തന്നെ ഷോ തുടങ്ങി. അങ്ങനെ പാറുവും അമ്മയും അച്ഛനും കൂടി ഷോ കാണാൻ വേണ്ടി പോയി. ഞാനും ദിലുവും പുറത്ത് വെയിറ്റ് ചെയ്തു. കാരണം ഞങ്ങൾ ഓൾറെഡി ഇത് കണ്ടിട്ടുള്ളതാണ്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവർ തിരിച്ചു വന്നു. അവർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞ ഉടനെ തന്നെ അപ്പുറത്ത് വാട്ടർ ഷോ നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടി വേഗം അങ്ങോട്ട് പോയി. വാട്ടർ ഷോ ഇവിടെ 7 മണി മുതൽ 8 മണി വരെയാണ് ഉണ്ടായിരിക്കുക. അമ്മയ്ക്കും അച്ഛനും വാട്ടർ ഷോ ഒത്തിരി ഇഷ്ടമായി. അവർ ആദ്യമായിട്ടാണ് ഇങ്ങനെ വാട്ടർ ഷോ കാണുന്നത്. അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും അവരുടെ മുഖത്തുണ്ടായിരുന്നു. കുറച്ചു നേരം വാട്ടർ ഷോ ഒക്കെ കണ്ട് എൻജോയ് ചെയ്ത് ഞങ്ങൾ എല്ലാവരും കൂടി തിരിച്ച് വീട്ടിലേക്ക് പോന്നു. അടിപൊളി വാട്ടർ ഷോ ആയിരുന്നു. എല്ലാവരും മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒന്ന് തന്നെയാണ്. വീട്ടിലേക്ക് പോരുന്ന വഴിക്ക് ഞങ്ങൾ ഒരു റെസ്റ്റോറന്റിൽ കയറി ഡിന്നറും കഴിച്ചു. അങ്ങനെ അടിപൊളി ഡിന്നറും കഴിച്ച് ഞങ്ങൾ എല്ലാവരും വളരെയധികം ഹാപ്പിയായി വീട്ടിലേക്ക് തിരിച്ചു വന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ. ഇനി മറ്റൊരു കുഞ്ഞു വീഡിയോയിൽ കാണാം. ഇതുപോലെയുള്ള വീഡിയോസ് കാണാൻ ഇഷ്ടമാണെങ്കിൽ please subscribe our channel. Thank you for watching.